നമ്മൾ ജനാധിപത്യം എന്ന് പറയും, 75 കൊല്ലമായി അങ്ങനെ പറയുന്നു. അത് കൂടെ കൂടെ ധനാധിപത്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എന്താ ധനാധിപത്യം എന്ന് പറഞ്ഞാൽ? ധനത്തിന്, പണത്തിന് പ്രാമാണ്യമുള്ള, അതിന് അധികാരം നടത്താൻ കഴിയുന്ന ഒരവസ്ഥ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നൊരു കാര്യം, സമ്മതിദായകന്മാർ, വോട്ടർമാരെ പണം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, മദ്യം കൊടുത്ത്, സാരി കൊടുത്ത് ഒക്കെ സ്വാധീനിക്കുന്നു. അതിപ്പോൾ നമ്മൾ തമിഴ്നാടിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു, കുറച്ചൊക്കെ ഇവിടെയും കേട്ടിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA വിലയ്ക്ക് വാങ്ങുന്ന സ്ഥിതിയാണ്. എളുപ്പമുണ്ടല്ലോ, ഒരാളെ കണ്ടാൽ മതി. മറ്റേത് 10,000 വോട്ടിൻ്റെ 10,000 വോട്ടർമാരെ കാണും. ഇപ്പോൾ 10,000 വോട്ട് മേടിച്ച ഒരാളുണ്ട്. ആരാത്? MLA ആണ്, അല്ലെ MP ആണ്, അല്ലെ മന്ത്രിയാണ്, അല്ലെ മുൻ മന്ത്രിയാണ്, അല്ലെ മുൻ മുഖ്യമന്ത്രിയാണ്, അല്ലെ മുൻ ഗവർണറാണ്. ഇപ്പോൾ നാട് വാഴുന്ന BJP കണ്ടുപിടിച്ച അല്ല കേട്ടോ, ഇതിനു മുമ്പുണ്ടത്. പക്ഷേ അതൊരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാക്കിയിട്ട്, രീതിശാസ്ത്രമാക്കിയിട്ട്, ഓപ്പറേഷൻ ലോട്ടസ്, ഓപ്പറേഷൻ താമര എന്ന് ഒരു ഉളുപ്പുമില്ലാതെ, ലജ്ജാലേശമില്ലാതെ ഞങ്ങൾ വോട്ടർമാർ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ, ഒരു MLA, ഒരു MP ഒക്കെ വിലയ്ക്ക് വാങ്ങും. ആലോചിച്ച് നോക്കൂ. വെസ്റ്റ് ബംഗാളിൽ CPMൻ്റെ MLA ആയിരിക്കുന്ന ഒരു ചങ്ങാതി BJP ടിക്കറ്റിൽ മത്സരിച്ച് MP ആയി. എന്നിട്ടാണ് പിന്നെ അയാൾ CPMൻ്റെ MLA സ്ഥാനം രാജിവെക്കുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? എത്ര രൂപ കൊടുത്തിട്ടുണ്ടാവും? ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കർണാടകയിൽ യെദ്യൂരപ്പ മുഖ്യമന്ത്രിയാവും. എന്താ സംഗതി? അത് വിലയ്ക്ക് വാങ്ങുകയാണ്. ഇപ്പം കേരളത്തിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞല്ലോ, 30 സീറ്റ് കിട്ടിയാൽ കേരളം ഞങ്ങൾ ഭരിക്കുന്നു. ആലോചിച്ച് നോക്കൂ. കേരള നിയമസഭയിൽ 140 സീറ്റുണ്ട്. 140 സീറ്റുണ്ട്. അപ്പോൾ 71 കിട്ടിയാലേ നിങ്ങൾക്ക് ഭരണം കിട്ടുള്ളൂ. 30 കിട്ടിയാൽ ബാക്കി ഞങ്ങൾ വിലയ്ക്ക് വാങ്ങിക്കോളാമെന്നാണ് ഈ പറഞ്ഞത്. അദ്ദേഹം ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്, ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ്. ഒരു സാധാരണ മെമ്പർ തമാശ പറഞ്ഞാലേ ഇത്. അതിനെപ്പറ്റി അദ്ദേഹത്തിന് യാതൊരു ലജ്ജയും തോന്നിയിട്ടില്ല. ആൾ ചർച്ച ചെയ്തു, ആൾക്ക് ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അധികാരം. വിലയ്ക്ക് കിട്ടുന്ന ഒരു സാധനമാണ് അധികാരം. അപ്പോൾ നീതി വിലയ്ക്ക് വാങ്ങാം, നിയമം വിലയ്ക്ക് വാങ്ങാം, ഗവൺമെൻറ്റിനെ വിലയ്ക്ക് വാങ്ങാം, ഗവർണറെ വിലയ്ക്ക് വാങ്ങാം. ഇനി എന്താ വിലയ്ക്ക് വാങ്ങാൻ പാടാത്തത്? നിങ്ങൾക്ക് ഏത് പുരസ്കാരവും അങ്ങനെ കിട്ടും. ഇപ്പോൾ കോർപ്പറേറ്റുകളുടെ പിന്തുണ ആർക്കാണ്? BJPക്കാണ്. ഇപ്പോൾ അംബാനി, അദാനി, ടാറ്റ, ബിർള തുടങ്ങിയുള്ള കോർപ്പറേറ്റുകളുടെ മുഴുവൻ അവർക്ക് വേണ്ടിയാണ് നാട് ഭരിക്കുന്നത്. അവിടെയാണ് എൻ്റെ കാര്യം. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം, ഞാൻ അതിശയോക്തി പറയല്ല. ഇപ്പോൾ പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില ആരാ തീരുമാനിക്കുന്നത്? ഗവൺമെൻറ് അല്ല തീരുമാനിക്കുന്നത്, ഈ മുതലാളിമാരാണ് തീരുമാനിക്കുന്നത് കേട്ടോ. ആരാ നാട് ഭരിക്കുന്നത്? അപ്പോൾ അവർക്ക് എന്താണോ ലാഭം. ഇപ്പോൾ തൽക്കാലം ഗ്യാസിൻ്റെ വില ഇലക്ഷൻ വകയിൽ 100 രൂപ കുറച്ചു. അത് ആളുകളെ കണ്ടുപിടിയിടാനാണ്. അപ്പോൾ ഈ തരത്തിൽ പണ്ടെങ്ങും ഇല്ലാത്ത അളവിൽ ധനത്തിന് വലിയ വലിയ പ്രാമാണികത, വലിയ പ്രാധാന്യം, വലിയ പ്രസക്തി നമ്മുടെ രാഷ്ട്രീയത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ജനങ്ങളെ വിൽക്കുന്നൊരു പരിപാടിയാണ്. ഇപ്പോൾ രാഷ്ട്രത്തിൻ്റെ പൊതുസമ്പത്ത് വിറ്റ് തീർക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് ജനാധിപത്യമല്ല, ധനാധിപത്യമാണ്. അത് ഒഴിവാക്കണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള ഒരവസരം കൂടിയാണ് ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്.